അപ്പോൾ വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ റിവ്യൂ കണ്ടന്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആണ്. സോ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഒരു ഹോളിവുഡ് പടമാണ്, മോളിവുഡ് അല്ല. ആൻഡ് സോ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫിലിമിലെ കാസ്റ്റിംഗിലേക്ക് വരികയാണ്. കാസ്റ്റിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് ജോൺ സീന, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന WWE മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്ന് ജോൺ സീനയാണ്. പിന്നെ ഇദ്രിസ് എൽബ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് റെക്കഗ്നൈസ് ആവുന്ന ഒരു ക്യാരക്ടർ അല്ല. ഇദ്രിസ് എൽബയുടെ കുറച്ച് മൂവീസ് എന്ന് പറയുന്നത് സൂയിസൈഡ് സ്ക്വാഡിൽ മെയിൻ സ്റ്റാർ കാസ്റ്റ് ചെയ്ത്, സൂയിസൈഡ് സ്ക്വാഡ് 2 ആട്ടോ, 2-ൽ മെയിൻ സ്റ്റാർ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആക്ടറാണ് ഇദ്രിസ് എൽബ. കൂടാതെ നമ്മുടെ ഇന്ത്യൻ ആക്ട്രസ് പ്രിയങ്ക ചോപ്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ജോൺസൺ ഇദ്രിസ് എൽബയെക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് പ്രിയങ്ക ചോപ്ര ഈ പടത്തിൽ ഇട്ടിരിക്കുന്നത്. ആൻഡ് ഷി ഹസ് ഡൺ പുട്ട് സോ മച്ച് എഫേർട്ട് ഇൻ ടു ദിസ് ഫിലിം. ആൻഡ് ജോൺസൺ ഇദ്രിസ് എൽബ ഒരു മോർലി ഒരു ഫണ്ണി ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ചോപ്രയാണ് സിനിമയിലെ ആക്ഷൻ മൊത്തം ലീഡ് ചെയ്യുന്ന ആള്. സിനിമയുടെ ക്യാമറ ആൻഡ് സിനിമാറ്റോഗ്രഫി വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ദേ ഹാവ് ഡൺ എ ഗുഡ് ജോബ് അറ്റ് ഇറ്റ്. ആൻഡ് കൂടാതെ പറയാനുള്ള വെച്ചാൽ പടം എപ്പോഴും പ്രൊക്ലെയിം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫൺ എലമെന്റിലാണ്. നമുക്കൊരു ടെൻഷൻ റൈസ് ചെയ്യുന്ന ഒരു സീൻ പോലും അവർ തരുന്നില്ല. നമുക്ക് എപ്പോഴും നോക്കിയാലും ഇതൊരു ടെൻഷൻ റൈസ് ചെയ്യുന്ന സീനാണ് നമ്മൾ ഓർത്ത് വരുമ്പോഴേക്കും ഒരു ഫൺ എലമെന്റ് തന്നെയായിരിക്കും അവർ ആ സിനിമയിൽ ഇടുന്നത്. കൂടാതെ പക്ഷേ പടത്തിന്റെ CGI നമ്മൾ കടക്കുമ്പോഴേക്കും കുറച്ച് ബഡ്ജറ്റിന്റെ ഇഷ്യൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം CGIയുടെ കാര്യത്തിൽ ഇച്ചിരി ഡൗൺഗ്രേഡ് ആണ് പടം. കുറെ സീൻസിൽ CGI കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം CGI ഉപയോഗിക്കേണ്ട വശങ്ങൾ, അതായത് പ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ ചേസ് ഇതുപോലത്തെ സീനിലൊക്കെ വന്നിരിക്കുന്ന CGI ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നമ്മളൊരു ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 10-ൽ ഒരു 7.8 ഇതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ്. സോ എല്ലാവരും ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വീഡിയോയിലെ കണ്ടന്റ്സ് എല്ലാം ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ ബൈ.